ചൂടടിക്കുക, അൾട്രാവയലറ്റ് റേഡിയേഷൻ, സൂര്യതാപം, ഹൈഡ്രജൻ കത്തിയ ബാക്കി അവിടെ സൂര്യനകത്ത് കിടപ്പുണ്ട്. അതിന്റെ പേരാ ഹീലിയം. വൈകിട്ട് അമ്മാമ ചെന്ന് നോക്കുമ്പോൾ കുഴഞ്ഞു കിടക്കുന്ന ശരീരത്തിൽ സൂര്യന്റെ പാട്. സ്വത്രം റൈസ് അടിച്ച് മരിച്ചുപോയി. അന്ത്യകാലത്ത് ദൈവം വെച്ച ചൂട് 17 ഭൂമിക്ക്. ഇന്ന് നെടുമങ്ങാട്ട് 42 അടിച്ചോണ്ടിരിക്കുക, സൗദി 52 അടിച്ചോണ്ടിരിക്കുക. നമ്പർ 1 ഭൂകമ്പം, നമ്പർ 2 സൂര്യൻ ഉറങ്ങും, നമ്പർ 3 ചന്ദ്രൻ രക്തതുല്യമാകും, നമ്പർ 4 ആകാശത്തിലെ നക്ഷത്രങ്ങൾ താഴേക്ക് വീഴും. റഷ്യക്ക് മീതെ ചിതറിയ ഉൽക്കയ്ക്ക് ഹിരോഷിമ ബോംബിന്റെ 30 ഇരട്ടി ശക്തി എന്ന് ഉൽക്ക. മത്തായി സുവിശേഷം ഭയങ്കര പ്രഭാഷണമാണ്. 6, 7, 8 അത് യേശു ക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ആദർശധീരനായ മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ വായിക്കുമ്പോൾ കാണാം, അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ ജീവിതയാത്രകളെ മാറ്റിമറിച്ചത് നസ്രേനായ യേശു ക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണങ്ങൾ. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റു ചാച്ചാജി. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിലെല്ലാം പറഞ്ഞിട്ടുണ്ട്, സത്യാഗ്രഹങ്ങളിലും യാത്രകളിലും ഞങ്ങൾ പങ്കെടുക്കുമ്പോഴെല്ലാം ആർജവമുള്ള പ്രഭാഷണങ്ങൾ നിവർത്തിയായി യേശുദേവൻ പറഞ്ഞ വാക്കുകൾ ഞങ്ങളുടെ ചങ്കിനകത്ത് കയറിയിട്ടുണ്ടെന്ന് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കണം. രാഷ്ട്രീയം പഠിക്കുന്നവർ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിലുള്ള ലൈബ്രറിയിലുള്ള പുസ്തകങ്ങൾക്കുള്ള മത്തായി സുവിശേഷം. അതുകൊണ്ടല്ലയോ നമ്മുടെ BS സഖാവ് പോലും ഒരു വാക്ക് പറഞ്ഞത് ഞാൻ പുറകെ പറഞ്ഞു തരാം. എല്ലാവരും വായിക്കുന്നു, മത്തായി തീർന്നില്ല. അതിനുശേഷം അതിൻ്റെ പരിസമാപ്തിയിൽ വരുമ്പോൾ യേശു ദൈവാലയം വിട്ടു പോകുമ്പോൾ, ദൈവാലയം ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ഒന്നാമത്തെ ആലയം, അത് ഞാൻ പറഞ്ഞപ്പോൾ വരുമ്പോൾ നിങ്ങൾ കൺക്ലൂഡ് ആവും. ഒന്നാമത്തെ ആലയം സമാഗമന കൂടാരം, മരുഭൂമിയിൽ കതിരമരം കൊണ്ട് പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം, അത് മരുഭൂമിയിൽ തന്നെ പോയി. രണ്ടാമത്തെ ആലയം ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പടുത്തുയർത്തി. BC 606 യഹൂദ രാജാവായിരുന്ന യഹോവയാക്കീമിന്റെ വാഴ്ചയുടെ 3-ാമത്തെ ആണ്ടിൽ നെബൂഖദ്നേസർ അതിനെ തകർത്തു. രണ്ടാമത്തെ ആലയവും പോയി. മൂന്നാമത്തെ ആലയം യെശയ്യാ പ്രവചനം 45 ദാര്യാവേശും കോരശ് എൻ്റെ ഇടയിൽ, അവനെ കൊണ്ട് ഞാൻ ആലയം പണിയിക്കും. യെസ്രയും നെഹമ്യാവും സെരുബ്ബാബേലും പണിഞ്ഞ ആലയം. ഭരണകൂടങ്ങൾ മാറുന്നു. ദാനിയേൽ പ്രവചനം 7 വരുമ്പോൾ മഹാസമുദ്രത്തിന് നേരെ 4 കാറ്റടിക്കുന്നത് ഞാൻ കണ്ടു. തമ്മിൽ ഭേദിച്ച് നിൽക്കുന്ന 4 മഹാമൃഗങ്ങൾ. അത് തന്നെ നെബൂഖദ്നേസർ രാത്രിയിൽ കണ്ട ബിംബം. തല തങ്കം, ബാബേൽ നെഞ്ചുകൈയും വെള്ളി, അഥവാ ദാര്യാവേശും കോരേശും അരഭാഗം താമ്രം. യവനായ രാജാവായ അലക്സാണ്ടർ 4-ാം ഭാഗം കാലിന്റെ തൊട ഇരുമ്പ്. അതാ റോമിന്റെ സാമ്രാജ്യം. ആ 4 സാമ്രാജ്യവും തകർന്നു. ഇപ്പൊ ഏതായി? ഇരുമ്പും കളിമണ്ണും. അതിന്റെ പേരാ ജനാധിപത്യം. മിണ്ടുന്നില്ലല്ലോ. MLA-മാരെ ചാക്കിട്ട് പിടിക്കത്തില്ലേ? ഗോവ ഇലക്ഷൻ വന്നപ്പോൾ ബൈബിൾ കൊടുത്ത് ഞാൻ മറുകണ്ഠം ചാടത്തിൽ സത്യം ചെയ്യാൻ പറഞ്ഞു. സ്വത്രം. എന്നിട്ട് റിസോർട്ടിൽ കൊണ്ടുപോയി. ഇതാ ചേരാത്ത ഭരണം. നമ്മുടെ കേരള കോൺഗ്രസ് പോലെ ഇന്നവിടെ നാളെ ഇവിടെ, ആയാറാം ഗയാറാം. സ്വത്രം. കണ്ടില്ലേ? ഇന്ന് BJP, നാളെ കോൺഗ്രസ്. ഇതാ ഇരുമ്പും കളിമണ്ണും. രാഷ്ട്രീയം അറിയുന്നവർക്ക് അറിയാം. സ്വത്രം. ഇതിനെ തകർത്തിട്ട 10 കൊമ്പ്, കാലിന്റെ താഴെ 4 10 കൊമ്പുണ്ടെന്ന് ദാനിയേൽ. സ്വത്രം. അപ്പം റോമിന്റെ കൈസർമാർ 4-ാമത് ഒരുത്തനുണ്ടായിരുന്നു. അതിലൊരുത്തന ഹേരോദാവ്, ഏതാവിന്റെ കൈസർ. അവൻ 46 വർഷം കൊണ്ട് പണിഞ്ഞ ദൈവാലയത്തിൽ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാഷണം നടത്തി. യേശു പുറത്തിറങ്ങുമ്പോൾ ശിഷ്യന്മാർ പണി കാണിച്ചു. എന്താ പണി? നല്ല ദേവാലയം, തൂക്കുവിളക്കുകൾ, മണിമന്ദിരങ്ങൾ, രമ്യകർമ്മങ്ങളായ ഗോപുരങ്ങൾ. അത് കണ്ടപ്പോൾ യേശു പറഞ്ഞു, കുഞ്ഞേ, ഇത് കല്ലിന്മേൽ കല്ല് ശേഷിപ്പാതെ ഇടിഞ്ഞു പോകും. സ്വത്രം. പറഞ്ഞത് AD 30. AD 70 റോമിന്റെ ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു, ടൈറ്റസ്. അവൻ ആ 2 വാട്സപ്പ് അടിച്ച് ഇതിന്റെ കീഴിൽ വജ്രം അങ്ങാണ്ട് കിടപ്പുണ്ടത്. സ്വത്രം. അതിനകത്തൊന്നുമില്ലായിരുന്നു, പെരുങ്കടവളയിൽ നിന്ന് കൊണ്ടുവന്ന പാറയായിരുന്നു. സ്വത്രം. എന്താ ചെയ്തതെന്നറിയാമോ? എവിടുന്ന് കൊണ്ടുവന്ന്? ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവന്ന് ആനയെ കൊണ്ടുവന്നിട്ട് സ്ഥലകാലം വലിച്ചു തോണ്ടി. ഇപ്പൊ അവിടെ നിപ്പോണ്ട്. വിലാപമതിൽ 2 കിഴക്കേ വാതിൽ. സ്വത്രം. ഈ കിഴക്കേ വാതിൽ എന്തിനാ നിൽക്കുന്നത്? റഫറൻസ് ബൈബിൾ. ഇന്ന് രാത്രി ബൈബിളുമായിട്ടാണ് വന്നിരിക്കുന്നത്. കുഞ്ഞിന്റെ എല്ലാം കൊടുത്തില്ല. എഹെസ്കേൽ 4:44, 1:2. അനന്തരം ദൈവാലയത്തിന്റെ കിഴക്കേ ദർശനമുള്ള വാതിലേക്ക് സ്വർഗം എന്നെ കൊണ്ടുപോയി. അത് അടച്ചിട്ടിരുന്നു. അപ്പോൾ സ്വർഗം എന്നോട് പറഞ്ഞു, ഇതാരും തുറക്കരുത്. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇതിനകത്ത് കടന്നത് കൊണ്ട്. ഇന്ന് ഇസ്രായേലിൽ ആലയമൊന്നുമില്ല. അവിടെ വിശുദ്ധ നാട്ടിലെന്ന് പറഞ്ഞ് പോകണ്ട. പോകണമെങ്കിൽ വല്ല ബിയർ അടിക്കാനും കാണും പോയാൽ മതി. അവിടെ ദേവാലയമൊന്നുമില്ല. സ്വത്രം. ആകെ വിലാപം അതിലേ ഉള്ളൂ, ഹോളി ലാൻഡ്. അങ്ങനെയെങ്കിൽ അവിടെ ഈ പ്രഭാഷണം കഴിഞ്ഞു. ആലയം തകർന്നു. ഭയങ്കര കനകാംബീര്യമുള്ള പകലൊരു സൂപ്പർ പ്രസംഗം യേശു നടത്തി. വൈകിട്ട് യേശുനാഥൻ എവിടെ ചെന്നു? ഒലിവുമലയിൽ പ്രാർത്ഥിക്കാനിരുന്നു. ഞങ്ങളുടെ ഭാഷ നിങ്ങളെ തൊടുന്നില്ല. ഞങ്ങൾ യോഗം കഴിഞ്ഞാൽ നെയ്യാർ ഡാമിൽ ചൂണ്ടയിടും, അല്ലെ കോവളത്തോ ശംഖുമുഖത്തോ പോയി കടല കുറിക്കും. സ്വത്രം. അതാ ഞങ്ങളുടെ ജോലി. യേശുവിൻ്റെ ജോലി അല്പസമയം കിട്ടിയാൽ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കം ഗതസമനയിലോ ഒലിവുമലയിലോ. റഫറൻസ് ബൈബിൾ കൂടെ തന്നെ എടുക്കണം. മത്തായി 24, 3, 4, 5. ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിനും ലോകത്തിന്റെ അവസാനത്തിനും അടയാളം എന്തെന്ന് പറഞ്ഞു തരണം.
അഥവാ നീ പോയി മടങ്ങി വരും, ഈ ലോകം അവസാനിക്കും. അടയാളം ഇംഗ്ലീഷ്. വൺ മോർ ടൈം ഐ വിൽ റിവൈസ്. മാത്യു ചാപ്റ്റർ 24 വേഴ്സ് 3, 4 and 5. എൻഡ് ഓഫ് ദ വേൾഡ്, ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ്. വാട്ട് അബൌട്ട് ദ സിഗ്നൽ? അതെന്താണ്? സ്വത്രം. നിങ്ങൾ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ ചെല്ലുമ്പോൾ ട്രെയിൻ 7:30 ആയതേ ഉള്ളൂ. ട്രെയിൻ ഇതുവരെയും നെയ്യാറ്റിൻകരയിൽ നിന്ന് അനങ്ങയിട്ടേ ഉള്ളൂ. പെൺകുട്ടി ഉടനെ വിളിച്ചുകൊണ്ടേയിരിക്കും, മുംബൈ കന്യാകുമാരി ജാനേവാല യാത്രിयों का श्रद्धा के लिए इसी ट्रेन आएगा, 1 नंबर प्लेटफॉर्म में थोड़ी सी देर बाद पहुंचेगा. ഉടനെ വരുമെന്ന്. സ്വത്രം. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് മുംബൈയിൽ നിന്ന് കന്യാകുമാരിയിലേക്ക് വന്ന ട്രെയിൻ 1 നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ചില നിമിഷങ്ങൾക്കകം വരുമെന്ന്. ട്രെയിൻ നെയ്യാറ്റിൻകര കിടക്കുന്നതേ ഉള്ളൂ. സ്വത്രം. ഇതാ ലക്ഷണം. തിരുവനന്തപുരത്ത് ചാക്ക എയർപോർട്ടിൽ പോയൊരു കൈയൊന്നും ഉയർത്തണ്ട. അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ മിൽബാ ബൂത്തിൽ ചായ കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ചാക്ക ടെർമിനലിൽ പറയും, യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് തിരുവനന്തപുരത്ത് നിന്ന് ദുബായിലേക്ക് പോകുന്ന IX 567 വിമാനം കൃത്യം 4:30 പുറപ്പെടും. നമ്മളപ്പം 2:30 കാത്തേക്കുക. വിമാനം മസ്കറ്റിൻ്റെ മേളിൽ കിടക്കുന്നതേ ഉള്ളൂ, ഇവിടെ വന്നിട്ടില്ല. സ്വത്ര. യാത്രക്കാർ, സെക്യൂരിറ്റി, ബാഗേജ്, പാസ്പോർട്ട്, എമിഗ്രേഷൻ ക്ലിയറൻസ്, സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് അവരുടെ പരിശോധനകൾ പൂർത്തിയാക്കുക. പ്ലെയിൻ കടലിന് മേളിൽ നിൽക്കുക. സ്വത്രം. ഇതാ വരവിൻ്റെ ലക്ഷണങ്ങൾ. ചാലുകൾ. ഗുരു, നിന്റെ വരവും ഉലകത്തിൻ്റെ അവസാനത്തിനും അടയാളം എന്ത് തരണം? ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഇതിരെ ഇനിയും വരുന്നത് കൊണ്ട് ആ ഭാഗം ഞാൻ തൊടുന്നില്ല. സ്വത്രം. അത് പിന്നെ പറയാം. ഏത് ചോദ്യത്തിനും ഒരു ഉത്തരമുണ്ട്. ആ ഉത്തരം യേശു പറഞ്ഞു. മത്തായി 24, 32, 33, 34, 35 വാക്യങ്ങൾ. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അതിൻ്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നു നിങ്ങൾ കാണുന്നുവല്ലോ. ഇസ്രയേൽ. അങ്ങനെ നിങ്ങൾ അതൊക്കെ കാണുമ്പോൾ കോവിഡ് വാക്സിൻ്റെ മറവിൽ അവൻ അടുക്കെ വാതിൽക്കൽ. ഇന്ന് രാത്രി എൻ്റെ ഒരു ഭാഗം പറയും. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണും. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും. അതാ നമ്മുടെ പ്രസംഗം. എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ്റെ വരവിലും. ഈ മത്തായി 24, മർക്കോസ് 13, ലൂക്കോസ് 21 യേശു ക്രിസ്തുവിൻ്റെ ഒലിവുമല പ്രഭാഷണം, സെർമൺ ഓഫ് ദ മൗണ്ട്. ബൈബിൾ കോളേജിൽ എസ്കറ്റോളജി, വരും കാല പ്രവചനം. ഇതാണ് ഇതിനകത്ത്. അതിലിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന കോവിഡ്. അത് ബൈബിളിലുണ്ടോ? മത്തായി 24, 21 തൊടണ്ട. അത് മറ്റൊരിക്കൽ ഞാൻ പറഞ്ഞു തരാം. ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ ഒരു വലിയ കഷ്ടമുണ്ടാകും. കോവിഡ്. എല്ലാവരും പറയുന്ന മാക്കൊക്കെ മാറ്റി സുന്ദരമായിട്ടിരിക്കാനാ. എൻ്റെ സഹോദരങ്ങളെ, ഇടയ്ക്കിടയ്ക്കെങ്കിലും വെച്ചുകൊണ്ട് നട. സ്വത്രം. ഈ മണ്ണിൻ്റെ പൊടിയെങ്കിലും അടിക്കാതെ രക്ഷപ്പെടും. സ്വത്രം. ഇതിങ്ങനെയൊന്നും പോകത്തില്ല. 4.5 വർഷം നിൽക്കും. ഇതിപ്പോൾ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൽ നിൽക്കുക. ഇനി ഇത് സൗത്ത് ആഫ്രിക്കയിലെ കാട് കയറി വവ്വാലിനത്തെങ്ങാനും കയറിക്കഴിഞ്ഞാൽ വരും നിയോക്കാവും. പിന്നെ കർത്താവായിട്ട് പ്രാർത്ഥന കേട്ട് കുപ്പിയിലെങ്ങാനും അലാവുദ്ദീൻ അത്ഭുത വിളക്ക് പോലെ അടച്ചാ ഭാഗ്യം. സ്വത്രം. അല്ലാതെ ആരും പറയണ്ട ഇത് തീരുമെന്നുള്ള. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കർത്തൃദാസൻ വായിച്ചത്, ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞതിന് ശേഷം സൂര്യൻ ഇരുളാകും. കർത്താവിൻ്റെ വരവിൻ്റെ 4 ലക്ഷണങ്ങൾ. വൺ മോർ ടൈം. മത്തായി 24. അത്തിയാകുന്ന ഇസ്രയേൽ, യഹൂദൻ്റെ ലക്ഷണം. അവൻ അടുക്ക വാതിൽക്കൽ, എതിർ ക്രിസ്തുവിൻ്റെ ലക്ഷണം. 3 പ്രപഞ്ചത്തിൻ്റെ ലക്ഷണം, ആകാശഗംഗ, ഗാലക്സി. 4ാമത്തെ ലക്ഷണം ഏക ലോക മതത്തിൻ്റെ ലക്ഷണം. ഇന്ന് ഒരൊറ്റ ലക്ഷണം മാത്രം തൊടും, പ്രപഞ്ച ലക്ഷണം. ദൈവദാസൻ മത്തായി 24, 29, 30. ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ സൂര്യൻ ഇരുളാകും, ചന്ദ്രൻ പ്രകാശം തരികയില്ല, ആകാശത്തിലെ നക്ഷത്രങ്ങൾ താഴേക്ക് വീഴും. അതിനെപ്പറ്റി പ്രഭാഷണത്തിലേക്ക് കടക്കാം. എന്താ നാം പാർക്കുന്ന ഭൂമി? ഇനി ശ്രദ്ധയോടെ ഇരിക്കണം. ഭൂമി, ഇസ്രയേൽ, രക്തചന്ദ്രൻ, ആലയം. ഇതിലേക്കാണ് വരുന്നത്. മനസ്സിലാക്കിക്കോണം. എന്താ നാം പാർക്കുന്ന ഭൂമി? നാം പാർക്കുന്ന ഭൂമി സൂര്യനേതാ? 15 കോടി കിലോമീറ്റർ കത്തി ജ്വലിക്കുന്ന ഒരു ഗോളമാ സൂര്യൻ. അതിൻ്റെ ആകർഷത്തിൽ നിൽക്കുന്നത് നാം പാർക്കുന്ന ഭൂമി. ഭൂമിയും സൂര്യനുമായി 15 കോടി കിലോമീറ്റർ ദൂരം. ഈ ഭൂമിക്ക് എത്ര കിലോമീറ്റർ ഉണ്ട്? 52,000 ചതുരശ്ര കോടി കിലോമീറ്റർ നാം പാർക്കുന്ന ഭൂമി. 3ൽ 2 ഭാഗം വെള്ളം. 1270 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു ഭൂമി. തീർന്നില്ല. അതിനും അപ്പുറത്തേക്ക് നോക്കിയാൽ 23.5 ഡിഗ്രി ചരിഞ്ഞു നിൽക്കുന്ന ഭൂമി. യെശയ്യാ 40:22 രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭൂമണ്ഡലത്തെ അവൻ വിരിച്ചിരിക്കുന്നു. അതാ 23.5 ഡിഗ്രി സെന്റിഗ്രേഡിൽ ഉരുണ്ട് നിൽക്കുന്ന ഒരു പ്രതലമായി നാം ചവിട്ടുന്ന ഭൂമി. അതാ ഇയ്യോബിനോട് സ്വർഗം ചോദിച്ചു, ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? പ്രഭാതത്തിൽ
പ്രപഞ്ച നക്ഷത്രങ്ങൾ ഘോഷിച്ചുല്ലസിച്ചപ്പോൾ നീ എവിടെയായിരുന്നു? ഉത്തരദിക്കിനെ ഞാൻ നാസ്തിത്വത്തിൽ നോക്കിയിരിക്കുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളും ഭൂമിയെപ്പറ്റി സങ്കീർത്തനം 104:3-4 എഴുതിയിട്ടുണ്ട്. ദൈവം ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ ഭൂമിക്ക് എന്ത് മാറ്റാൻ പോകുന്നു? ഈ സൂര്യന്റെ ആകർഷത്തിൽ നിൽക്കുന്ന ഒരു ഗ്രഹമാ മിൽക്കി വേ ഗാലക്സിയിലെ ഭൂമി. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ. 52,000 ചതുരശ്ര കിലോമീറ്റർ ഉള്ള ഭൂമി. ഈ ഭൂമിക്ക് എന്ത് പ്രതിഭാസം സംഭവിക്കും? ഇനി ശ്രദ്ധയോടെ വെളിപ്പാടിലേക്ക് പോകുക. സെൻട്രൽ 15 കോടി കിലോമീറ്റർ സൂര്യൻ. ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യവുമായിരുന്നു. വെള്ളത്തിന്മീതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഉൽപ്പത്തി 1 വരുമ്പോൾ വീണ്ടും 17 വരുമ്പോൾ പകൽ വാഴുവാൻ വലിപ്പവും വെളിച്ചവും കൂടിയ സൂര്യൻ, രാത്രി വാഴുവാൻ വലിപ്പം കുറഞ്ഞ നിലാചന്ദ്രൻ. അങ്ങനെയെങ്കിൽ ആകാശത്തിന് എന്ത് സംഭവിക്കും? ഇസ്രയേലുമായിട്ടുള്ള ബന്ധം, ഇന്നത്തെ ചൂട് പറയാം. വെളിപ്പാട് പുസ്തകം 6, 12, 13, 14 സഭയെടുക്കപ്പെടുന്നതിനോടനുബന്ധിച്ച് വെളിപ്പാട് 6, 12, 13, 14 വായിച്ചോട്ടെ കുഞ്ഞെ. ആറാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടായി. നമ്പർ 1 ഭൂകമ്പം. അടുത്തത് സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. രണ്ടാമത്തെ സയൻസ്, നാം കാണുന്ന സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. അടുത്തത് ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു. ചന്ദ്രൻ മുഴുവൻ രക്തതുല്യമായിരുന്നു. അടുത്തത് അത്തിവൃക്ഷം പെരുങ്കാറ്റ് കൊണ്ട് കുലുങ്ങിയിട്ട്. കോവിഡ് അല്ലിനി കാണാൻ പോകുന്നത്, ബിദറ കാണാൻ പോകുന്നത് ഇപ്പം പറയുന്നത്. അത്തിവൃക്ഷം പെരുങ്കാറ്റ് കൊണ്ട് കുലുങ്ങിയിട്ട് കായ് ഉതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. മതി, ആകാശത്തിലെ നക്ഷത്രങ്ങൾ അവിടം വരെ നിൽക്കട്ടെ. 4 സയൻസ് ഇവിടെ കിട്ടി. നമ്പർ 1 ഭൂകമ്പം. നമ്പർ 2 സൂര്യൻ ഉറങ്ങും. നമ്പർ 3 ചന്ദ്രൻ രക്തതുല്യമാകും. നമ്പർ 4 ആകാശത്തിലെ നക്ഷത്രങ്ങൾ താഴേക്ക് വീഴും. സയൻസിലേക്ക് കടക്കാം. നാം പാർക്കുന്ന ഭൂമിക്ക് എത്ര തട്ടുണ്ട്? ഒന്നാമത്തെ തട്ട് ക്രിസ്റ്റ്. ആ ക്രിസ്റ്റ് 80 കിലോമീറ്റർ. വീട് വെക്കാം, വെള്ളം കിട്ടും. സയൻസ് ടീച്ചർ, ജോഗ്രഫി ടീച്ചർ വിതിരെ ചോദിച്ചാൽ മതി. ഈ 80 കിലോമീറ്ററായി പൈലിങ്ങും വെള്ളം കൂടിയല്ല ഉള്ളത്. 80 കഴിഞ്ഞിട്ട് 2000 കിലോമീറ്റർ കട്ടിപ്പാറ. അതിൻ്റെ പേര് മാൻഡിൽ. മാൻഡിലിൻ്റെ അടിയിൽ ദൈവം പ്ലേറ്റിനെ വെച്ചിട്ടുണ്ട്. അതാ സങ്കീർത്തനം 104:3-4. ഞാൻ ഭൂമിക്ക് അടിസ്ഥാനം, ഇയ്യോബിനോട് ഞാൻ ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടപ്പോൾ നീ എവിടെയായിരുന്നു? അപ്പൊ ഭൂമിക്ക് അടിസ്ഥാനം ഇട്ട ആശാരി ആരാ? നെടുമങ്ങാട്ട ഗോപിനാഥൻ ആചാര്യാന്നോ ഭൂമിക്ക് അടിസ്ഥാനം വിട്ടത്? പറയരുത്. സ്വർഗത്തിലെ ദൈവം, സ്വത്രം. അത് കഴിഞ്ഞ് സങ്കീർത്തനം 104, ഞാൻ ഭൂമിയെ അതിൻ്റെ അടിസ്ഥാനങ്ങൾ നിർമ്മിച്ചിരിക്കുന്നു. ആ പ്ലേറ്റിന്റെ പേരാ, ഭൂമിയുടെ അടിസ്ഥാനത്തിന്റെ പ്ലേറ്റ് പിന്നെ ലിത്തോസ്ഫിയർ. സയൻസ് കുറേ നാളായി ഇതെല്ലാം ഞാൻ വായിക്കുന്നു. ലിത്തോസ്ഫിയർ, ആ 3-ാം തലം. അങ്ങനെയെങ്കിൽ പ്ലേറ്റ് ഉണ്ട് ഭൂമിയുടെ അടിയിൽ. പാണ്ടിലോറി പാലോട് നെടുമങ്ങാട് കൂടെ പോകുന്നതുപോലെ കുലുങ്ങാതെയും കിടുങ്ങാതെ ഇരുപ്പാൻ ദൈവം പ്ലേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ പ്ലേറ്റ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഏഷ്യൻ പ്ലേറ്റ് എവിടം വരാം? ന്യൂഡൽഹി, കന്യാകുമാരി, ഗൾഫ് രാജ്യം, തുർക്കി. ഒറ്റ പ്ലേറ്റ് കിടക്കുക. അതിൻ്റെ പേരാ ഏഷ്യൻ പ്ലേറ്റ്. അപ്പം ദുബായ് കുലുങ്ങുമ്പോൾ ടെക്നോ പാർക്കിലെ പെങ്കൊച്ച് മൊബൈലുമായിട്ട് ഒറ്റ ചാട്ടം. സ്വോത്രം. അതാ ഭൂമി കുലുങ്ങുന്നത്. സ്വോത്രം. ചിന്നമാമ പറയത്തില്ലേ, പാത്രം കിടന്ന് ഉരുമുന്ന ചായ. സ്വോത്രം. അത് ഇറാനി കുലുങ്ങിയതാ, പ്ലേറ്റ് ഇവിടെ അടിയതാ. സ്വോത്രം. ഇവിടെ അല്ല കുലുങ്ങിയത്, പ്രകമ്പനം. സ്വോത്രം. രണ്ടാമത്തെ പ്ലേറ്റ് ബർമ, റംഗൂൺ, തായ്ലൻഡ്, ജപ്പാൻ, ബ്രിട്ടൻ വരെ കിടക്കുന്നു. അതിൻ്റെ പേരാ ടിബറ്റൻ പ്ലേറ്റ്. ഇപ്പം ഭൂമിക്ക് എത്ര തട്ട? ഒന്നാമത്തെ തട്ട് ക്രിസ്റ്റ്, രണ്ടാമത്തെ തട്ട് മാൻഡിൻ, മൂന്നാമത്തെ ലിത്തോസ്ഫിയർ. അതിൻ്റെ അടിയിൽ ഒരു സാധനമുണ്ട്. ഭൂമിയുടെ അധോഭാഗം തീ കൊണ്ടെന്ന പോലെ തിളച്ചു മറിയുന്നു. മിണ്ടുന്നില്ല. ഇരുമ്പും നിക്കലും. സംശയമുണ്ടോ ഭൂമിയുടെ അധോഭാഗത്ത് തീ ഉണ്ടെന്ന്? ആര് പറഞ്ഞു? ലൂക്കോസ് 16. ഒരു അച്ചായനുണ്ടായിരുന്നു, പേര് ധനവാൻ. നല്ല മനുഷ്യനല്ലായിരുന്നു. പാസ്റ്റർ വീട്ടിൽ ചെന്നപ്പോൾ ധനവാന്റെ വീട്ടിൽ നല്ലൊരു ബൈബിള്. ഇതൊന്നുമല്ല, ഓക്സ്ഫോർഡോ DKടോ അങ്ങാണ്ട് നല്ലൊരു ബൈബിള്. അത് കനത്തിരിക്കണം. അപ്പോൾ പാസ്റ്റർ വിചാരിച്ച് ഞങ്ങളുടെയൊക്കെ പ്രസംഗം കേട്ട് തുണ്ട് എഴുതി വെച്ചിരിക്കുക. എന്നാൽ അച്ചായൻ ഇത്രയും കൃപ കിട്ടിയല്ലോ, ഇത്രയും തുണ്ടുകൾ ഇതിനകത്ത് ഇരിക്കുന്നത്. അപ്പോൾ അച്ചായൻ പറയാം, പാസ്റ്ററെ അത് തുണ്ടല്ല, കറണ്ടിൻ്റെ ബില്ല്, ഇലക്ട്രിസിറ്റി ബില്ല്, കരമടച്ച രസീത്, ബാങ്കിൻ്റെ പാസ്ബുക്ക്. ഇതാരും തുറക്കത്തില്ല, അതുകൊണ്ട് എല്ലാം ഇതിനകത്തിരിക്കട്ടെന്ന്. സ്വോത്രം. എത്ര ക്ലിയർ. ഈ അച്ചാന്റെ പേരാ ധനവാൻ. ധനവാൻ മരിച്ച് അടക്കപ്പെട്ടു. എവിടേക്ക് പോയി? മേലോട്ട് പോയോ? അതിൽ ഇയ്യോബ് പറയുന്ന ബുദ്ധിമാന്റെ യാത്ര മേൽപോട്ടാകുന്നു, അവന്റെ കീഴെ പാതാളങ്ങൾ വിട്ടുപോയിരുന്നു. ധനവാൻ മരിച്ചപ്പം വീട്ടിൽ നല്ല അടക്കമൊക്കെ കിട്ടി, പരിപ്പോടെയും ചായയൊക്കെ കൊടുത്തു. അന്നേരം ഈ നോക്കിയ മാറിയിട്ട് സാംസങ്ങിന്റെ ടച്ച് മൊബൈൽ വന്നായിരുന്നു. സ്വോത്രം. അപ്പൊ വീട്ടിലൊരു പയ്യനുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, അപ്പച്ചൻ പോയിട്ട് അവിടുന്ന് ഒരു SMS അയക്കാൻ വേണ്ടി എന്തോ ചെയ്തെന്നറിയാമോ? ഈ നോക്കിയുടെ കൊച്ചു മൊബൈലിട്ട് ധനവാൻ നേരെ ചെന്നു. എവിടാ? പാതാളത്തിൽ. അന്നേരം ശ്രീലങ്കയിലെ കണക്ക് പവർ കട്ടായിരുന്നു. സ്വോത്രം. 40-ാം പക്കം ലൈൻ വന്നപ്പോൾ എന്തോ ചെയ്തു? കറണ്ട് ഓണാക്കി.
കറണ്ട് ഓണാക്കി ചാർജ് ചെയ്തിട്ട് ധനവാന്റെ കൂട്ടുകാർ പറഞ്ഞു, എന്നാലും വിതുരെ ആ കൺവെൻഷൻ നടത്തിയപ്പോഴെങ്കിലും നീ കൈ ഉയർത്തിയാൽ പോരായിരുന്നു. സ്വോത്രം. അതുകൊണ്ടല്ലേ യെശയ്യാ പ്രവചനം, അവന്റെ വരവിങ്കൽ പാതാളം സ്വോത്രം ഇളകിയെന്ന്. വിതുരെ കർത്താവിനെ കാണാത്ത അച്ചായന്മാരെല്ലാം പോകാൻ പോകുന്ന എവിടെ? സ്വോത്രം. അവിടെ കൊച്ചു മോൻ നോക്കിയ ചാർജ് ചെയ്തപ്പോൾ 40-ാം ദിവസം ധനവാൻ നോക്കിയ വഴി ഒരു ഫോൺ ചെയ്തു വീട്ടിലേക്ക്. ജോയിക്കുട്ടിയെ വിളിച്ചു. ജോയിക്കുട്ടി, എന്നാ ഉണ്ടടാ വിശേഷം? അച്ചായൻ എവിടാ? അപ്പൊ താഴേക്ക് പോയി അച്ചാൻ പറഞ്ഞു, ഞാൻ സുന്ദരമായ ഒരു സ്ഥലത്താണ്. സ്വോത്രം. ഇങ്ങോട്ട് നിങ്ങൾ ആരും വരരുതെന്ന് മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അപ്പൊ വീട്ടിൽ നല്ല ആരവോ പാട്ടും, ഇസ്രായേലിൻ നാഥനായി വാഴ്. അച്ചായൻ ചോദിച്ചു, എന്തുവാടാ പ്രത്യേകിച്ച് ഫംഗ്ഷൻ? അപ്പൊ അച്ചായനോട് പറഞ്ഞു, അച്ചായൻ്റെ 40ന്റെ പാട്ട് കുർബാനയാന്ന്. സ്വോത്രം. അപ്പൊ അച്ചായൻ ചോദിച്ചു, ടുഡേ സ്പെഷ്യൽ മീൽ പാലപ്പം മട്ടൺ സ്റ്റൂ. സ്വോത്രം. ഉടനെ അച്ചായൻ പറയാം, എൻ്റെ പൊന്നു മോനെ, അവിടെ വരുന്ന പോസ്റ്റ് ഓഫീസിൽ വരുന്ന കൊറിയറുകാരൻ്റെ 35 രൂപ കൊടുത്ത് ഒരു കുപ്പി ശവനപ്പെങ്കിലും ഇങ്ങോട്ട് കൊടുത്തു വിടാം. സ്വോത്രം. കർത്താവിനെ കാണാത്ത അച്ചായന്മാരെല്ലാം സന്തോഷമില്ല, സ്വോത്രം പറയത്തില്ല. അതുകൊണ്ടല്ലേ ബുദ്ധിമാന്റെ യാത്ര മേൽപോട്ട്. കീഴപാതാളം. പാതാളത്തിന് എത്ര തലട്ടുണ്ട്? അതിന്റെ പേര് കോർ. ഇംഗ്ലീഷിൽ ഹെഡ്സ്, അബിസോസ്, ടട്ടസ്. പാതാളം, യാതനാസ്ഥലം, പുറത്തെ ഇരുട്ട്. മിണ്ടുന്നില്ലല്ലോ. സ്വോത്രം. ഇതൊന്നും ആരും പ്രസംഗിക്കത്തില്ല. പ്രസംഗിച്ചാൽ സ്വോത്രം പറയത്തില്ല. അതുകൊണ്ടല്ലേ എവിടെങ്കിലും മരണം പ്രസംഗിക്കണമെന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമാണോ? ഇല്ല. അങ്ങനെയെങ്കിൽ പുറത്തെ ഇരുട്ട്. ഇന്ന് രാത്രി ധനവാൻ എവിടെ പോയി? പാതാളത്തിൽ, യാതനാ സ്ഥലത്ത് വേദന അനുഭവിക്കുന്നു. അങ്ങനെയെങ്കിൽ ശരീരത്തിന് മാത്രമേ മരണമുള്ളൂ, ആത്മാവിന് മരണമില്ല. മിണ്ടുന്നില്ലല്ലോ. ഇവിടെ അടുത്ത് വിതുരയിൽ ഒരുപാട് അമ്പലങ്ങളുണ്ട്. ഹിന്ദുക്കളുടെ പുണ്യവേദങ്ങളുണ്ട്. ഋഗ്വേദം, യജുർവേദം, സാമം, അഥർവം. പകൽക്കാലത്ത് ചില സന്യാസിമാർ അവിടെ നിന്ന് നല്ല കാര്യങ്ങൾ വായിക്കുക. സത്കർമ്മയോദയ, നീ സത്കർമ്മം ചെയ്താൽ നിന്റെ ആത്മാവിന് പുണ്യം കിട്ടുമെന്ന്. സ്വോത്രം. മിണ്ടുന്നില്ലല്ലോ. ഇസ്ലാമിന്റെ മതഗ്രന്ഥം ഖുർആൻ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ബൈബിളിനെക്കാളും ക്ലിയറായി. എന്താ? ഭൂമിക്ക് കീഴെ പാതാളത്തിനകത്ത് മസ്നാദ് പുറം 716 എഴുതിയിരിക്കുന്നു. പാതാളത്തിനകത്ത് കൊത്തി വലിക്കുന്ന പാമ്പുണ്ട്. സ്വോത്രം. ബൈബിളിനകത്ത് എഴുതിയിട്ടുണ്ട്, ഭൂമിക്ക് കീഴെ പാതാളത്തിനകത്ത് കേടാത്ത തീയും ചാകാത്ത പുഴുവും. സ്വോത്രം. മതഗ്രന്ഥങ്ങൾ മൊത്തം എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടല്ലയോ ചോദിക്കുന്നത്, പുരുഷനോ മരിച്ചാൽ അവൻ ദ്രവിച്ചു പോകുന്ന മനുഷ്യൻ പ്രാണന വിട്ടാൽ അവൻ എവിടെ? ഇന്ന് രാത്രി വിതുരെ ആരൊക്കെ കേട്ടാലും, കൊട്ടാരമായാലും മരണം, കോട്ടയ്ക്കകത്ത് മൃത്യു കടന്നു വരും. എന്തിനാ വിതുരെ യോഗം വെച്ചിരിക്കുന്നത്? ചിലരുടെ പേരുകൾ കൂടി നിത്യതയിൽ എടുക്കപ്പെടുക ഇന്ന് രാത്രി. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്ന കാലം സമീപമായി, ദൈവരാജ്യം സമീപിച്ചെന്ന്. അതുകൊണ്ടാണ് വിതുരെ കർത്താവ് സ്നേഹിക്കുന്നുണ്ട് ഈ ഒരു യോഗം ഇവിടെ കവറേജ് ചെയ്ത് ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കള്. അങ്ങനെയെങ്കിൽ സൂര്യനകത്ത് 3 ഘടകമുണ്ട്: പ്രോട്ടോസ്ഫിയർ, ക്രോമോസ്ഫിയർ, കൊറോണ. ബൈബിളിലേക്ക് വരിക. പ്രോട്ടോസ്ഫിയർ, ക്രോമോസ്ഫിയർ, കൊറോണ. എന്താ പ്രോട്ടോസ്ഫിയർ? നിങ്ങളുടെ തേങ്ങ പൊതിക്കാൻ നിങ്ങൾ എടുക്കും. തേങ്ങയ്ക്ക് 3 ഘടകമുണ്ട്. ഒന്നാമത്തെ ഘടകം തൊണ്ട്, 2 അതിന്റെ ചിരട്ട, 3 തേങ്ങാപ്പോൾ. അങ്ങനെയെങ്കിൽ സൂര്യന് 3 ഘടകമുണ്ട്. 1 പ്രോട്ടോസ്ഫിയർ, 2 ക്രോമോസ്ഫിയർ, 3 കൊറോണ. ഈ കൊറോണയ്ക്കകത്ത് കത്തിക്കൊണ്ടൊരു വാതകമുണ്ട്, അതിന്റെ പേര് ഹൈഡ്രജൻ. അതാ ബൈബിൾ പകൽ വാഴുവാൻ വലിപ്പം വെളിച്ചം കൂടിയ സൂര്യൻ. ഇന്ന് രാത്രി ഞങ്ങൾ ഈ പ്രഭാഷണം നടത്തുമ്പോൾ അപ്പുറത്ത് ബിനി ബ്രദറിന്റെ വണ്ടിക്കകത്ത് ഒരു ജനറേറ്ററിനകത്ത് പവർ ഉണ്ട്. അങ്ങനെയെങ്കിൽ സൂര്യനകത്ത് കത്തുവാൻ സർവശക്തനായ ദൈവം ഒരു മൂലകത്തെ വെച്ചിട്ടുണ്ട്, ഹൈഡ്രജൻ. 1 മിനിറ്റിൽ 60 ടൺ ഹൈഡ്രജനാ കത്തുന്നത്. ആ 60 ടൺ ഹൈഡ്രജൻ കത്തുമ്പോൾ പകൽ വാഴുവാൻ സൂര്യൻ, രാത്രി വാഴുവാൻ നിലാചന്ദ്രൻ. സയൻസ് ചോദിക്കുന്നുണ്ട്, ഹൈഡ്രജൻ കത്തിയ വേസ്റ്റ് എവിടെ? സ്വോത്രം. നിങ്ങളുടെ വണ്ടിക്കകത്ത് എണ്ണ അടിക്കുമ്പോൾ ഫ്യുവൽ പുകക്കുഴലിൽ കൂടെ പോ. വീട്ടിനകത്ത് ചിന്നമാമ റബ്ബർ മറവ് വെക്കുമ്പോൾ ചാരം കിട്ടും. ഹൈഡ്രജൻ കത്തിയ ബാക്കി എവിടെ? സൂര്യനകത്ത് കിടപ്പുണ്ട്. അതിന്റെ പേര് ഹീലിയം. അതിന്റെ പേര് സയൻസ് വിളിച്ചു പറയുന്നു, സൂര്യനകത്ത് കറുത്ത പുള്ളികൾ, തീവ്രവാദികൾ എന്നല്ല, ബ്ലാക്ക് മോഡ്സ്. വി ആർ സ്ക്രീൻ അറ്റ് ദ സൺ. ആ സൂര്യനകത്ത് പ്രകാശം താഴേക്ക് വരും. 7 തട്ടുകൾ കൂടിയ താഴേക്ക് വരുന്നത്. ആ തട്ടുകളാ ഏതൊക്കെയാ? സ്ട്രാറ്റോസ്ഫിയർ, ഓസോൺ, ട്രോപ്പോസ്ഫിയർ, അയണോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ. അതുകൊണ്ടാണ് ദൈവദാസൻ വായിച്ചത്, ആകാശത്തിന്റെ ശക്തികൾ ഇളകും. സ്വോത്രം. അങ്ങനെ വല്ലതും ഉണ്ടോ? ഈ കാണുന്ന അമ്പളിമാച്ചന് സൂര്യന് വന്നില്ല, ആകാശത്തിന് 7 തട്ടുകൾ. അതുകൊണ്ടില്ലേ പണ്ട് കുഞ്ഞുങ്ങൾ പാടിയത്, ആകാശം മാറും ഭൂതലവും മാറും, ആദ്യ മുതലേ മാറാതുള്ളത് ദൈവത്തിന്റെ വചനം മാത്രം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം. സ്വോത്രം. അതുകൊണ്ട് മാറാത്തതൊന്ന് വചനം മാത്രമാണ്. 2ാമത്തെ തട്ടിന്റെ പേരാ ഓസോൺ. ആ ഓസോണിനകത്ത് കൊട. ഇവിടെ സ്കൂളിൽ പോകുന്ന ചിന്നമ്മ സിസ്റ്റർ 5 മോക്ക് തലേ കൊടുക്കും കൊട, മോളെ വെയിലടിക്കല്. അതുപോലെ സ്വർഗത്തിലെ ദൈവം വെച്ച കൊടയാ ഓസോൺ. ആ 1,75,000 കിലോമീറ്റർ ഓസോൺ കീറി. അതിന്റെ പേരാ ഗ്ലോബൽ വാർമിംഗ്, ആഗോള താപനം. കേട്ടവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. സ്വോത്രം. ഇനി എന്താ?
ചൂടടിക്കും, അൾട്രാവയലറ്റ് റേഡിയേഷൻ, സൂര്യതാപം. കേട്ടവരൊന്ന് കൈ ഉയർത്തിയാട്ടെ, മിണ്ടുന്നില്ലല്ലോ. ചിന്നമാമ തൊഴിലുറപ്പിന് പോകുമ്പോൾ സൂര്യന്റെ താപം, ചേട്ടൻ ബൈക്കിൽ പോകുമ്പോൾ സൂര്യതാപം. പുനലൂരും അത് കഴിഞ്ഞിട്ട് തിരുവനന്തപുരം ജില്ലയിൽ പരശുവയ്ക്കൽ ഞാൻ പ്രസംഗിക്കുന്നതിന് തൊട്ടടുത്തൊരു ചെറുപ്പക്കാരൻ വയലിൽ പണി ചെയ്തുകൊണ്ടിരുന്ന ഉച്ചയ്ക്ക് വീട്ടിൽ വന്നില്ല. വൈകിട്ട് അമ്മാമ ചെന്ന് നോക്കുമ്പോൾ കുടഞ്ഞു കിടക്കുന്ന ശരീരത്തിൽ സൂര്യന്റെ പാട്. സ്വത്രം റേസ് അടിച്ച് മരിച്ചുപോയി. അന്ത്യകാലത്ത് ദൈവം വെച്ച ചൂട് 17 ഭൂമിക്ക്. ഇന്ന് നെടുമങ്ങാട്ട് 42 അടിച്ചുകൊണ്ടിരിക്കുക, സൗദി 52 അടിച്ചുകൊണ്ടിരിക്കുക. ഇതിന്റെ പേരാ സൂര്യതാപം. അടുത്ത പ്രതിഭാസം കേൾക്കണം. എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? അടുത്ത പ്രതിഭാസം നിങ്ങൾ കേട്ടാൽ മനസ്സിലാകും. ഈ സൂര്യന്റെ കളങ്ക ഹീലിയത്തിനകത്ത് പിടിക്കും. സൂര്യന്റെ ആകർഷത്തിൽ കറങ്ങുന്ന ഗോളമാ അഥവാ ഗ്രഹമാ ഭൂമി. അപ്പം പിടികിട്ടാതെ ഭൂമിക്ക് വരും. അന്നേരം ഉണ്ടാകുന്ന പ്രതിഭാസമാ ഭൂകമ്പം. ബൈബിളിനകത്തുണ്ടോ ഭൂകമ്പം? അന്ത്യകാലത്ത് വരും. വായിക്കാം. യെശയ്യാ പ്രവചനം 24:19-20. മുല്ലപ്പെരിയാറിലേക്ക് വാ. യെശയ്യാ പ്രവചനം 24:19-20. ഭൂകമ്പം ഉണ്ടാകുമോ? വായിച്ചാട്ടെ പാസ്റ്ററെ, അന്ത്യകാലം. വായിച്ചാട്ടെ യെശയ്യാ പ്രവചനം 24:19-20. ഭൂമി പടുപട. വായിച്ചാട്ടെ. ഭൂമി പടുപട പൊട്ടുന്നു, ഭൂമി കിടുകിട കീറുന്നു, ഭൂമി കിടുകിട കിടുങ്ങുന്നു, ഭൂമി മത്തനെ പോലെ ചാഞ്ചാടുന്നു, കാവൽ മാടം പോലെ ആടുന്നു. അടുത്ത വാക്യം, അതാ എന്റെ വിഷയം. അകൃത്യം അവിടെ നിൽക്കട്ടെ, ബാക്കി മാറ്റില്ല. എന്താ ഭാരം ഭൂമിക്ക്? അതിന്റെ അകൃത്യം അതിന്റെ മേൽ ഭാരമായിരിക്കുന്നു. എന്താ അകൃത്യം? കണ്ടില്ലേ? തിരുവനന്തപുരം തന്നെ കണ്ടില്ലേ? സിറ്റി ഹോട്ടലിലെ റിസപ്ഷനെ എങ്ങനെ വെട്ടി? ഒരു റൂമിന്റെ വിഷയത്തിൽ ഒരുവൻ പ്രഭാതത്തിൽ 7:30 കയറി വെട്ടിക്കൊന്നു കളഞ്ഞു. മിണ്ടുന്നില്ല. 1.5 വയസ്സുള്ള കുഞ്ഞിന് എറണാകുളത്ത് ഒരു ചേട്ടൻ റൂമെടുത്ത് ബക്കറ്റിനകത്ത് മുക്കിക്കളഞ്ഞു. കണ്ടില്ലേ? തീർന്നില്ല. ഈ അടുത്ത സമയത്ത് തൊടുപുഴ കണ്ടില്ലേ? ഒരു മുസ്ലിം സഹോദരൻ ഭാര്യ അദ്ദേഹത്തിന്റെ 2 കുഞ്ഞുങ്ങളെ സ്വത്ത് തർക്കത്തിന് വേണ്ടി വീട്ടിനകത്ത് കയറി ചുട്ടുകൊന്ന കാഴ്ച കണ്ടില്ലേ മനുഷ്യൻ? ഇതാ ബൈബിൾ പറയുന്ന മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. സ്വത്തിന് വേണ്ടി ചേട്ടൻ അനിയനെ കൊല്ലുന്നു, കാമുകൻ കാമുകിയെ കൊല്ലുന്നു, ചെറുപ്പക്കാരൻ കൊട്ടേഷൻ കൊല്ലുന്നു. ഈ ഭൂമിയെ ദൈവം ഇനി വെച്ചോണ്ടിരിക്കോ? ഞങ്ങളുടെ നാടൻ ഭാഷയെ പറഞ്ഞ കൊത്തി കൊത്തി മുറത്തി കയറുന്ന കോഴിയെ സിസിലി സിസ്റ്റർ എന്തോ ചെയ്യും? വാളെടുത്തല്ലേ കൊങ്കിയെടുത്തെങ്കിലും തട്ടിക്കളയും. സ്വത്രം. അതുപോലെ സ്വർഗത്തിലെ ദൈവം ഈ ഭൂമിയെ തട്ടാൻ കാലമായി. അതിന്റെ അകൃത്യം. ഭൂമി പടുപട പൊട്ടുന്നു, കിടുകിട കീറുന്നു, മത്തനെ പോലെ ചാഞ്ചാടുന്നു, കാവൽ മാടം പോലെ ആടുന്നു. അതിന്റെ അകൃത്യം അതിന്റെ മേൽ പെരുകിക്കൊണ്ടിരിക്കുന്നു. ഇത് വീഴും, എഴുന്നേൽക്കയില്ല. സ്വത്രം. ഇന്ന് രാത്രി വിതുരയോട് സജു ചാത്തന്നൂർ പറയുന്നു, നാം കാഴ്ചവെട്ടിയിരിക്കുന്ന ഭൂമി വീഴാറായി. ഇനി ഭൂകമ്പമല്ല വരാൻ പോകുന്ന, കോവിഡിന് ശേഷം വരാൻ പോകുന്നു. അതാ പറഞ്ഞത്. 6ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം. നാട്ടുകാർ കേൾക്കട്ടെ. 1970 10-15 ഭൂകമ്പമായിരുന്നു. 80 40 ഭൂകമ്പമായി. 90 ശേഷം വീണ്ടും ഒരു ഭൂകമ്പം അടിച്ചു. അതാ ഇന്ത്യ കണ്ട ഏറ്റവും വലുത് മഹാരാഷ്ട്രയിലെ ലത്തൂർ. 1994 ലത്തൂർ എന്ന് കുലുങ്ങി. 6 ഡിഗ്രി സെന്റിഗ്രേഡിനകത്ത് ലത്തൂർ കുലുങ്ങി. ആ കുലുക്കം എവിടെ പോയി? മഹാരാഷ്ട്ര 45,000 പേർ ഒരു സുപ്രഭാതത്തിൽ ഗുഡ് ബൈ. ആ ചലനം എവിടേക്ക് വന്നു? കർണാടക, ഗോവ. ആ ചലനം എവിടേക്ക് വന്നു? മംഗലാപുരം. അതെവിടേക്ക് വന്നു? വയനാട്. അതെവിടെ വന്ന്? കൊച്ചി കടലിൽ കറങ്ങി. അതെവിടത്തേക്ക് കയറി? മൂവാറ്റുപുഴ. അതെവിടത്തെ കയറി? തൊടുപുഴ. അതെവിടത്തെ കയറി? കാഞ്ചിയാർ. അതെവിടെ കയറി? വള്ളക്കടവ്. അതെവിടെ കയറി? ഉപ്പുതറ. അതെവിടെ കയറി? ബേബിഡാവ്. അന്ന് കുലുങ്ങിയതാ മുല്ലപ്പെരിയാർ. സ്വത്രം. ഒരു കഥയില്ലാത്ത കുറെ ആൾക്കാർ ടെലിവിഷനകത്ത് വന്ന് മുല്ലപ്പെരിയാർ. അവന്മാർക്ക് സയൻസും അറിയത്തില്ല, കൊടി പിടിക്കുന്നവന്മാർക്ക് ഇതാ മുല്ലപ്പെരിയാർ. സ്വത്രം. ഇതിനാ പറയുന്ന ഫിസിക്സും ജോഗ്രഫിയും പഠിക്കണത്. 1994 പോയി. തിരുവിതാംകൂർ രാജകുടുംബം 125 വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട് കമ്പന്തേനിക്ക് വേണ്ടി ദയ കാണിച്ചതാ മുല്ലപ്പെരിയാർ. സ്വത്രം. ഈ മുല്ലപ്പെരിയാർ വീഴുമോ? മുല്ലപ്പെരിയാർ തകരുമെന്ന് എല്ലാവർക്കും അറിയാം. സ്വത്രം. തമിഴ് സന്തോഷിച്ചുകൊണ്ടിരിക്കുക. സ്വത്രം. അതുകൊണ്ടല്ലേ ഡാം പണിയാതെ സമ്മതിക്കാത്ത. സ്വത്രം. മുല്ലപ്പെരിയാർ പൊട്ടിയാൽ കേരളം 2. അത് കന്യാകുമാരി, തിരുവനന്തപുരം, കൊല്ലം കന്യാകുമാരിയോടുകൂടെ ചേരും. സ്വത്രം. പാലക്കാടും ബാക്കി എവിടെ? കോയമ്പത്തൂരിനോട് ചേരും. അതുകൊണ്ടല്ലേ അവർ ഡാം പണിയാത്ത സമ്മതിക്കാത്ത. എവിടെ ഡാം? സ്വത്രം. എല്ലാവരും പറയുന്നത് നമ്മൾ വിതിരയിൽ എന്ത് സന്തോഷമായിട്ട് മിക്ക ദിവസവും തിരുവനന്തപുരം. ഞാൻ ഇന്ന് രാത്രി മടങ്ങിപ്പോയിട്ട് വീണ്ടും മാർത്താണ്ഡത്തിന് പോവാം. അപ്പം എല്ലാ ദിവസങ്ങളിലും തിരുവനന്തപുരം. നമ്മളൊക്കെ എന്ത് സന്തോഷമായിട്ട് വീട്ടിനകത്ത് ചപ്പാത്തിയും ചിക്കൻ കറിയും ജയിലിലെ ചപ്പാത്തിയും കഴിക്കുന്നു. ഹൈ റേഞ്ചിൽ പോകണം. എവിടെ? കഞ്ഞിക്കുഴി, ചേലക്കുചുവട്, ശാന്തമ്പാറ, പൂപ്പാറ, തൊട്ടിക്കാന, സേനാപതി. അവിടെയൊക്കെ ഇവിടുത്തെ സുവിശേഷകരൊന്ന് പോകണം. നമ്മൾ പുത്തരിക്കണ്ടത്തെ പോകത്തുള്ളൂ. സ്വത്രം. റബ്ബറും തോട്ടത്തിൽ പോവിയല്ലോ. സ്വത്രം.
അവിടെ ഒന്ന് ചെല്ലണം. സ്വോത്രം. വീട്ടുമുറ്റത്താ യോഗം കഴിയുമ്പോൾ 2 കട്ടിൽ ബോവസ് മാസ്റ്ററെ മുറ്റത്തിട്. ഞാൻ ഇവിടുത്തെ ചെറുപ്പക്കാരോട് ചോദിക്കും, എന്തിനാ മോനെ കട്ടിലിടുന്നത്? അങ്കിളെ ചിലപ്പോൾ മുല്ലപ്പെരിയാർ പൊട്ടിയാൽ അപ്പച്ചനെ വീട്ടിൽ നിന്ന് വലിച്ചിറക്കാൻ പറ്റത്തില്ല, വിസിൽ കേട്ട ഓട്ടോയിൽ കയറ്റി പെട്രോളുമായിട്ട് പോകാന്ന്. സ്വോത്രം. അതുകൊണ്ടാ സിഗ്നൽ എല്ലാവരും പറയുന്നത് പൊട്ടുവന്ന്. സ്വോത്രം. ആരും പേടിക്കണ്ട, സഖാവ് പിണറായി പേടിക്കണ്ട, ഉമ്മൻചാണ്ടി പേടിക്കണ്ട, ആരും പേടിക്കണ്ട. മുല്ലപ്പെരിയാർ ഇന്നല്ലേ നാളെ പൊട്ട്. പക്ഷേ മുല്ലപ്പെരിയാർ പൊട്ടിയാൽ ബൈബിളിനകത്തുണ്ടോ? ലൂക്കോസ് 21:11 കുഞ്ഞുങ്ങളെ നാട്ടുകാരോട് പറയണം, വലിയ ഭൂകമ്പ, ക്ഷാമം, മഹാവ്യാധി അവിടെ ഉണ്ടാകും. കോവിഡും വരും, ക്ഷാമവും വരും, ഭൂകമ്പവും വരും. സ്വോത്രം. അതുകൊണ്ടാ പറയുന്നത്, കടലിന്റെയും ഓളത്തിന്റെയും മുഴക്ക നിമിത്തം ഭൂസീമവാസികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമ. സ്വോത്രം. ഇന്നലെ കണ്ടില്ലേ? ഇന്നലെ രാത്രി ഞാൻ എവിടെ പ്രസംഗിച്ചത്? കീടാറൂരിൽ പ്രസംഗിച്ച അഗ്നിപർവ്വതം പൊട്ടുവന്ന് തലേ രാത്രി പ്രസംഗിച്ച്. ഇന്ന് പത്രം കണ്ട പലരും വിളിച്ചു, ഭാഷ ഇപ്പൊ റെഡിയായി, ബൈബിൾ റെഡിയായെന്ന്. സ്വോത്രം. ഫിലിപ്പൈൻസിലെ താൽ എന്ന് പറയുന്ന അഗ്നിപർവ്വതം പൊട്ടുവന്ന് മെനഞ്ഞാന്ന് പ്രസംഗിച്ച് ഇന്നലെ സംഭവം നടന്നു. സ്വോത്രം. കണ്ടില്ലേ? ഇതാ ബൈബിളിന്റെ പ്രവചനം. മനസ്സിലാക്കണം. സ്വോത്രം. മറ്റൊരിക്കൽ അഗ്നിപർവ്വതം പൊട്ടുന്ന വെളിപ്പാടിലെ കഥ പറഞ്ഞാൽ നിങ്ങൾ കരയും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കേൾക്കുന്ന ദൈവമക്കള്, മുല്ലപ്പെരിയാർ പൊട്ടിയാൽ രാഷ്ട്രീയക്കാരും കേൾക്കട്ടെ, പഞ്ചായത്തുകാരും 45 ലക്ഷം പേർ ഗുഡ് ബൈ. പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, അത് കഴിഞ്ഞ് തൃശ്ശൂരിന്റെ ഒരു ഭാഗം, എറണാകുളം മുഴുവൻ, നെടുമ്പാശ്ശേരി എയർപോർട്ടിലെ പ്ലെയിൻ പ്രളയത്തിൽ പോയതുപോലെ അറബിക്കടലിൽ കിടക്കും. സ്വോത്രം. അത്ര 45 ലക്ഷം പേർ മരിക്കും. എന്താ സന്തോഷം? ഞാൻ ഇന്നും പറയുന്ന മുല്ലപ്പെരിയാർ പൊട്ടാൻ സാധ്യത ഇപ്പൊ ഇല്ല. കാര്യം എന്താ? അബ്രഹാമിന്റെ കുടിലിനകത്ത് 2 ദൈവത്തിന്റെ ദാസന്മാർ പോയി. സ്വർഗം പറഞ്ഞു, സോദോമിലേക്ക് ഒരു ന്യായവിധി വരാൻ പറഞ്ഞു. അപ്പോൾ ഇടിവിൽ അബ്രഹാം പറഞ്ഞു, സോദോമിനെ ഒന്ന് നോക്കാൻ പറഞ്ഞു. സ്വോത്രം. ആദ്യം കർത്താവ് നോക്കി 10-5. പണ്ട് പായയിൽ കൈയടിക്കുന്ന ഒരുത്തൻ ഉണ്ടായിരുന്നു, ലോത്ത്. അവനെയെങ്കിലും പിടിച്ച് കൈക്ക് പുറത്താക്കാൻ അബ്രഹാമിനോട് പറഞ്ഞു. സോദോമിനകത്ത് തീ ഇറങ്ങുന്നതിന് മുമ്പ് ലോത്തിനെയും കുഞ്ഞുങ്ങളെയും ദൈവത്തിന്റെ ദൂതന്മാർ കൈക്ക് പിടിച്ചു. എവിടെ കൊണ്ടുപോയി? സോവേറിലേക്ക് കൊണ്ടുപോയിട്ട് ആകാശത്തിന്റെ 1ാമത്തെ കമ്പാർട്ട്മെന്റ് തുറന്നതെങ്കിൽ ഇന്ന് രാത്രി മുല്ലപ്പെരിയാറിൽ അറിയാമോ എന്നെ എവിടെ കൊണ്ടുപോയത്? CSIയുടെ ഈസ്റ്റ് കേരള മഹാ ഇടവകയാ. ബോസെ അവിടെ നല്ല പള്ളിയൊന്നുമല്ല, ആകെ ഇതുപോലുള്ള സ്റ്റേജ്. വരുന്നവർ കയ്യിൽ കൊടുത്താ വരുന്നത്. തോട്ടം തൊഴിലാളികൾ. അവരെന്താ കുടിക്കുന്നത്? വരുമ്പോ അച്ഛൻ ഒരു ചായ, ഒരു വടയ, പിന്നെ പ്രാർത്ഥന, അപ്പ എന്ന് വിളിയാ. സ്വോത്രം. അത് കേട്ടാൽ തന്നെ സ്വർഗം ഇറങ്ങി വരും. സ്വോത്രം. കണ്ടില്ലേ അവരുടെ നിലവിളി? ആ തോട്ടം തൊഴിലാളികൾ അവർ നിലവിളിക്കുന്നത് കാണാം. സ്വർഗത്തിലെ ദൈവം അവരുടെ കണ്ണുനീരിനെ മാനിക്കാതിരിക്കുമോ? സോദോമിനകത്ത് തീ ഇറങ്ങുന്നതിന് മുമ്പ് ലോത്തിനെയും കുടുംബത്തിനെയും സ്വർഗത്തിലെ ദൈവം സോവയറിൽ എത്തിച്ചെങ്കിൽ മുല്ലപ്പെരിയാർ ഇവിടെ പൊട്ടുന്നതിന് മുമ്പ് മറ്റൊരു ശബ്ദം മധ്യാകാശത്തിൽ മുഴങ്ങ്. കർത്താവ് തൻ ഗംഭീര നാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം, ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്ക്. ജീവനോടിരിക്കുന്ന അവനെ എതിരേൽപ്പാൻ കാരമായി 45 ലക്ഷം ജനങ്ങൾ അറബിക്കടലിനകത്ത് കൊണ്ടുപോയി മുക്കുന്നവനല്ല ഞങ്ങൾ ആരാധിക്കുന്ന ഞങ്ങളുടെ കർത്താവ്. അവൻ ദയയുടെ ദൈവം, കരുണയുടെ ദൈവം. ഇസ്രായേൽ പാളയത്തിനകത്ത് സംഹാരകൻ കയറിയപ്പോൾ ആരാധിക്കുന്ന ഒരു യഹൂദന്റെ കുടുംബത്തിനകത്ത് അവൻ കയറിയില്ലെങ്കിൽ ഹൈറേഞ്ചിനകത്ത്, വണ്ടിപ്പെരിയാറിനകത്ത്, മുല്ലപ്പെരിയാറിന്റെ ബേബി ഡാമിനകത്ത് ആരാധിക്കുന്ന ദൈവ പൈതൽ ഉള്ളിടത്തോളം കാലം മുല്ലപ്പെരിയാർ പൊട്ടുവോ എന്റെ ദൈവം അനുവദിക്കത്തില്ല. അതിനു മുമ്പ് എന്റെ കാന്തൻ മധ്യാകാശത്തിൽ വരും വിതുരയെ. ഇന്നു രാത്രി ഭൂമി പടുപട പൊട്ടും, കിടുകിട കീറും. മത്തനെ പോലെ ചാഞ്ചാട്, കാവൽമാടം പോലെ ആട്. അത് വിറയ്ക്കും, വീടും എഴുന്നേൽക്കയില്ല. നാം കാഴ്ചപ്പെട്ടിരിക്കുന്ന ഭൂമി തീരാൻ കാലമായി. സ്തോത്രം. അതിനുശേഷം അടുത്തത് ആ ഭൂകമ്പം ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് സൂര്യൻ കറുക്കും. സൂര്യൻ കറുക്കുമ്പോൾ ചന്ദ്രൻ രക്തതുല്യമാകും. രക്തചന്ദ്രനിലേക്ക് പോകും. അടുത്ത വാക്യം ദൈവദാസൻ എന്ന് വായിക്കും. വെളിപ്പാട് പുസ്തകം അതിന്റെ 6:15-16 വായിച്ചാട്ട് മക്കള്. വെളിപ്പാട് 6:15-16 രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും. അതിന്റെ മുമ്പുള്ള വാക്യം 14 എന്ന് വായിച്ചാട്ട്. സകല മലയും അത്തിവർഷം പെരുങ്കാറ്റ് കൊണ്ട് കുലുങ്ങിയിട്ട് ബൈബിളുള്ളവരെല്ലാം അടുത്ത് കായതുർക്കം പോലെ ആകാശ നക്ഷത്രങ്ങൾ ഭൂമിയിൽ ആകാശത്ത് നിന്ന് ഉൽക്ക വീഴാൻ പോവാ. ഞാൻ പറഞ്ഞുതരാം അതിന്റെ പുറകെ. അടുത്തത് പുസ്തകച്ചുരു ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. ആകാശം മാറിപ്പോയി. എല്ലാ മലയും ദ്വീപ് സ്വസ്ഥാനത്ത് നിളകിപ്പോയി. എല്ലാ മലയും ദ്വീപ് സ്വസ്ഥാനത്ത് നിളകിപ്പോയി. നിക്കട്ടെ പാസ്റ്ററെ, വാക്യം മാറ്റരുത്. എന്താ മലയും ദ്വീപും പോയത്? ആകാശത്തിനകത്ത് ഉൽക്ക വീഴും. ഇവിടുത്തെ ജോഗ്രഫി ടീച്ചറോട് ചോദിക്കുക, അതിന്റെ പേര് ആസ്ട്രോയിഡ്. ആ കിടക്കുന്ന റഷ്യക്ക് മീതെ ചിതറിയ ഉൽക്കയ്ക്ക് ഹിരോഷിമ ബോംബിന്റെ 30 ഇരട്ടി ശക്തി എന്ന് ഉൽക്ക. ആകാശത്തിനകത്ത് ഉൽക്ക കിടപ്പുണ്ട്. 4 സെന്റിമീറ്റർ മുതൽ 750 കിലോമീറ്റർ നീളമുള്ള ഉൽക്ക. അതിന്റെ പാറ ആകാശപ്പാറ. ഇടയ്ക്ക് ആകാശത്ത് തീകോളം കാണുമ്പോൾ പറയും ആൾക്കാർ പറയും കർത്താവ് വരാറായെന്ന്. സ്വോത്രം.
അത് സയൻസ് അറിയാത്തതുകൊണ്ടാ. സ്വോത്രം. നാളെ ഇസ്രായേൽ തീകോളം കണ്ടപ്പോൾ ഒരു പെങ്കൊച്ചു പറയുന്നത് ആ കർത്താവ് വരുന്നത് കഷ്ട സയൻസ് അറിയാത്തതുകൊണ്ടായി പറയുന്നത്. സ്വോത്രം. ദാ കിടക്കുന്നു വെല്ലൂരിൽ ആളെ കൊന്നത് ഉൽക്ക, ആകാശത്ത് നിന്ന് ഉൽക്ക വീഴും. തീർന്നില്ല, അന്ന് ഇവിടെ സംഭവം ഉണ്ടാവും, നക്ഷത്ര സ്ഫോടനം ഉണ്ടാവും, സ്റ്റാർ വാർ. അത് പ്രസംഗിച്ചാൽ ഇന്നങ്ങ് തീരത്തില്ല. സോംപൂറ അങ്ങനെയൊക്കെയുള്ള നക്ഷത്രങ്ങളെ പറ്റി പറഞ്ഞാൽ ദിവസങ്ങൾ എടുക്കും. ആകാശത്ത് നിന്ന് നക്ഷത്രം വീഴും. ആകാശത്ത് നിന്ന് ഉൽക്ക വീഴുവോ? വീണായിരുന്നു. 2018 ഓക്കി അടിച്ചപ്പോൾ, 2019 പ്രളയത്തിൽ ആകാശത്ത് നിന്ന് ഒരെണ്ണം വീണ് അസ്ട്രോയിഡ്. എവിടെ വീണ്? കവളപ്പാറ പുത്തുമല. കേട്ടോരെന്ന് കൈ ഉയർത്തിയാട്ട്. അങ്ങനെ ഒരു പ്രകൃതി ദുരന്തം. 1000 വീടുകൾ പോയി. കവളപ്പാറ പുത്തുമല. അതിനുശേഷം 3 പള്ളികൾ, ക്രൈസ്തവന്റെ പോയി, ഇസ്ലാമിന്റെ പോയി, ക്ഷേത്രം പോയി. സാമ്പിള് തുടങ്ങിയില്ലേ? സകല മലയും ദ്വീപ് സ്വസ്ഥാനത്ത്. രണ്ടാമത്തത് എന്തായി? അടുത്തത് എവിടെ ചെന്നു? അടുത്ത ഇടുക്കി പെട്ടിമുടി ദുരന്തം. കേട്ടോര് വല്ലതും ഉണ്ടോ? കൈയൊന്ന് ഉയർത്തിയാട്ട്. ഇതാ ബൈബിളിന്റെ പ്രവചനം. അതുകൊണ്ട് അതിനുശേഷം കഴിഞ്ഞ കോവിഡ് കാലത്ത് മുണ്ടക്കയം കൂട്ടിക്കൽ ദുരന്തം. കേട്ടോരെന്ന് കൈ ഉയർത്തിയാട്ട്. ഇതാ ബൈബിള്. 6ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ രക്തതുല്യമായി, അത്തിവൃക്ഷം പെരുങ്കാറ്റ് ഉതിർക്കുന്നത് പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ താഴേക്ക് വീണു. സകല മലയും ദ്വീപ് സ്വസ്ഥാനത്ത് നിളകിപ്പോയി. ആൻഡമാൻ നിക്കോബാർ. കേട്ടവർക്കായി ഇന്ത്യയുടെ സുന്ദരിയ. സുനാമി അടിച്ചപ്പോ 2.5 അടി താങ്ങുന്ന ആൻഡമാൻ നിക്കോബാർ. സ്വത്രം തീരാൻ പോവാ. അങ്ങനെയെങ്കിൽ കവളപ്പാറ കണ്ടില്ലേ? പുത്തുമല കണ്ടില്ലേ? കൂട്ടിക്കൽ കണ്ടില്ലേ? 2022 പ്രാർത്ഥിച്ചുകൊണ്ടാ മതി. ഇനി ഇതിലാണോ എന്നും അറിയത്തില്ല. സമയത്തിലും അസമയത്തിലും ഭൂകമ്പങ്ങൾ ഉണ്ടാകുക. ഇതാ ബൈബിളിന്റെ നൈർമല്യത. ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് പത്മോസിന്റെ കാരാഗ്രഹത്തിനകത്ത് കൊത്തിവലിക്കുന്ന കഴുകന്റെയോ പരുന്തിന്റെ നടുവിൽ ഒരു അപ്പച്ചൻ മുട്ടുമടക്കിയപ്പോൾ പ്രവചിച്ച ദൂത് കേരളം കണ്ടെങ്കിൽ കവളപ്പാറ കണ്ടു, പുത്തുമല കണ്ടു, ഇടുക്കി പെട്ടിമുടി കണ്ടു, കൂട്ടിക്കൽ കണ്ടു. ഇന്ന് രാത്രി പറയണ ആകാശം മാറും, ഭൂമി മാറും. എന്നാൽ ഞങ്ങൾ കരങ്ങളിൽ ഉയർത്തിയിരിക്കുന്ന ബൈബിൾ, അതിന്റെ പ്രവചനങ്ങൾ മാറത്തില്ല. ഇന്ന് രാത്രി ഇത് വായിക്കുന്നവൻ ഭാഗ്യവാ, ഇത് വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. വിതിരേ സമയമെടുത്തു, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക.